ഈ ഒരു പഠനകാലത്ത് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും പഠിച്ച കാര്യങ്ങൾ വേഗം മറന്നു പോവുക. അപ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പഠനം ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ മക്കളെല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ആദ്യം മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ മാത്സ് ആയിക്കഴിഞ്ഞാലും ബേസിക് സയൻസ് ആയിക്കഴിഞ്ഞാലും അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. അല്ലാതെ വെറുതെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ ഓരോ സെൻറ്റൻസ് വെറുതെ ബൈഹാർട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, കാരണം അത് പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പെരിമെൻറ്റിലൂടെയും അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം നമ്മുടെ യുവ ബാച്ച്. അപ്പോൾ നമ്മുടെ യുവ ബാച്ചിൽ ലൈവ് ക്ലാസ്സസ് നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച് എക്സ്പെരിമെൻറ്റ് വഴിയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലൂടെയും എക്സാമ്പിൾസിലൂടെയും എല്ലാ കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് യൂസ് ഡയഗ്രാംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. അല്ലെ, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വായിക്കാൻ തീരെ ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കുക, എന്നിട്ട് അതിനൊരു ഡയഗ്രാം ആക്കി പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ആക്കുക. ഇപ്പോൾ നമ്മുടെ ബേസിക് സയൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ പാർട്ട് ചോദിക്കുകയാണെങ്കിൽ വെറുതെ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയത് കാണാൻ പറ്റും. അപ്പോൾ അതിന് പകരം ഒരു ഫ്ലവർ വരച്ച് അതിൽ ഈ ഭാഗമാണ് കൊറോള, ഈ ഭാഗമാണ് പെഡിസൽ എന്നൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഓരോ ടോപ്പിക്സും നിങ്ങൾക്ക് എന്താണോ പഠിച്ച് മനസ്സിലായിട്ടുള്ളത് അതിനൊരു ഡയഗ്രാം ആക്കുക, അല്ലെങ്കിൽ അതിനൊരു ഫ്ലോ ചാർട്ട് ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് യൂസ് ന്യൂമോണിക്സ് ആൻഡ് മെമ്മറി ട്രിക്സ്. അല്ല, ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ചില ടേംസും കാര്യങ്ങളും, മെയിനായിട്ട് നമ്മുടെ ബേസിക് സയൻസിലാണ് നമുക്ക് കുറേ ടേംസും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത്. ആ ടേംസൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പാട്ടിലൂടെ പഠിക്കാം, അല്ലെങ്കിൽ കോഡൊക്കെ ഉപയോഗിച്ച് പഠിക്കാം. അപ്പോൾ നമ്മുടെ ബാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടഫായിട്ടുള്ള ടോപ്പിക്സ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ടീച്ചേഴ്സും അടിപൊളി കോഡായിട്ടും പാട്ടായിട്ടും ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു കോഡിലൂടെയും അല്ലെങ്കിൽ മെമ്മറി ട്രിക്സിലൂടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരും. എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ ഒരു സംശയം കൂടാതെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത നമ്മുടെ പോയിന്റ്. ഇനി നെക്സ്റ്റ് ആണ് റിവൈസ് ഫ്രീക്വൻ്റ്ലി. അപ്പം മറവിക്കുള്ള ഏറ്റവും വലിയൊരു മരുന്ന് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 റിവൈസ് ചെയ്യുക. കാരണം ഒരു സമയം നമ്മൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാലോ അത് പിന്നീട് നമ്മൾ ഓർത്തിരിക്കണം എന്നൊന്നുമില്ല. മനുഷ്യന്മാരായി കഴിഞ്ഞാൽ മറവിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ മറക്കുന്ന നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്ക് ആ ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു തവണ റിവൈസ് ചെയ്ത് മനസ്സിലായില്ലേ, രണ്ടാമത്തെ തവണ റിവൈസ് ചെയ്ത് വീണ്ടും മറന്നു പോകുന്നുണ്ടെങ്കിൽ 3-4 തവണ ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത്രയും തവണ റിവൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യുക, വേഗം വേഗം ഓരോ ടോപ്പിക്സ് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മറക്കാതെ ഓരോ ടോപ്പിക്സും ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം മറക്കുന്ന സമയത്താണ് നമ്മുടെ കോൺഫിഡൻസ് കുറയുക അല്ലേ. അയ്യോ, ഞാൻ പഠിക്കുന്നൊന്നും കറക്റ്റ് അല്ല, എനിക്ക് എന്താ എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റാത്തത്, ഇങ്ങനെ കുറേ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി പഠിച്ച കാര്യങ്ങളൊക്കെ മറവിയിലോട്ട് എത്തിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫുൾ കോൺഫിഡൻസ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ മിസ് ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മുടെ യുവ ബാച്ചിൽ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലൂടെ ഓരോ കോൺസെപ്റ്റും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നോട്ട്സ് എക്സാം ടൈമിലൊക്കെ നമുക്ക് എന്താണ്, അവസാനം ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് നോട്ടും കാര്യങ്ങളൊക്കെ വേണം അല്ലേ. അപ്പോൾ അവസാന സമയത്ത് നമ്മൾ നോട്ട് എഴുതാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ടൈം ഒത്തിരി നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് PDF നോട്ട്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ എക്സാമിനോടുള്ള പേടി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ഓരോ എക്സാംസിനും നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്ത് വേഗം വേഗം ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കിലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. സോ നമ്മുടെ യുവ ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക, ആ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്ത് വേഗം തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.